തൃശൂർ പുതുക്കാട് 2 നവജാത ശിശുക്കളെയും അമ്മ ക്രൂരമായി കൊല ചെയ്തെന്ന് കണ്ടെത്തൽ. 12 മണിക്കൂറിലേറെ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് പ്രതി അനീഷ കുറ്റം സമ്മതിച്ചത്. അനീഷയുടെയും പങ്കാളി ഭാവിന്റെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ആദ്യത്തെ ആൺകുട്ടി ജനിക്കുമ്പോൾ തന്നെ മരിച്ചിരുന്നുവെന്ന അമ്മയുടെ വാദമാണ് പോലീസ് ആദ്യം പൊളിച്ചത്. 2021 നവംബർ 6-നാണ് ആദ്യ കുട്ടിയെ അനീഷ കൊലപ്പെടുത്തിയത്. അന്ന് തന്നെ കുട്ടിയെ സ്വന്തം വീട്ടുവളപ്പിൽ കുഴിച്ചുമൂടി. 8 മാസത്തിനു ശേഷം കുഴി തോണ്ടി അസ്ഥികൾ പുറത്തെടുത്ത് ഭവിന് കൈമാറി. രണ്ടാമത്തെ കുട്ടിയെ കൊലപ്പെടുത്തിയത് 2024 ഓഗസ്റ്റ് 29-നാണ്. തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ച കുഞ്ഞിന്റെ മൃതദേഹം ഓഗസ്റ്റ് 30-ന് അനീഷ ഭവിന്റെ വീട്ടിലെത്തിച്ചു. ഭവിന്റെ വീടിനു പിന്നിലെ തോട്ടിൽ മൃതദേഹം കുഴിച്ചുമൂടി. പിന്നീട് അസ്ഥികൾ ശേഖരിച്ചു. കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതും ഗൂഢാലോചന നടത്തിയതും ഭവിനാണെന്ന് പോലീസ് പറഞ്ഞു. കുട്ടികൾക്ക് കർമ്മം ചെയ്യാനാണ് അസ്ഥികൾ സൂക്ഷിക്കുന്നത് എന്നാണ് ഭവിൻ അനീഷയെ പറഞ്ഞു വിശ്വസിപ്പിച്ചത്. എന്നാൽ അനീഷ തന്നെ ഉപേക്ഷിച്ച് മറ്റൊരു ബന്ധത്തിലേക്ക് പോയാൽ ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഭവിന്റെ ലക്ഷ്യം. ഇരുവരും തമ്മിൽ അകന്നതോടെയാണ് ഭവിൻ കുട്ടികളുടെ അസ്ഥിയുമായി ഇന്ന് പോലീസ് സ്റ്റേഷനിലെത്തിയത്. 2020 ഫേസ്ബുക്ക് വഴിയാണ് ഇവർ പരിചയത്തിലാകുന്നത്. 5 വർഷത്തെ അടുപ്പമുണ്ടെങ്കിലും ഭവിനും അനീഷയും വിവാഹം ചെയ്തിരുന്നില്ല. ചാലക്കുടി ഡിവൈഎസ്പി ബിജുകുമാറിന്റെ നേതൃത്വത്തിൽ പുതുക്കാട് പോലീസ് സ്റ്റേഷൻ ISHO മഹേന്ദ്രസിംഹാണ് കേസ് അന്വേഷിക്കുന്നത്. സംഭവത്തിൽ അസ്വാഭാവികതയുണ്ടെന്നും ഫോറൻസിക് പരിശോധനകളുടെയും ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്നും തൃശൂർ റൂറൽ SP B കൃഷ്ണകുമാർ പറഞ്ഞു. ഇന്നലെ പുലർച്ചെ 12:30-നാണ് ഭവിൻ പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ സ്വമേധയായി എത്തി ക്രൂരമായ കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തിയത്. ഒപ്പം കുട്ടികളുടെ അസ്ഥികളും കവറിലാക്കി ഭവിൻ കയ്യിൽ കരുതിയിരുന്നു. ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അനീഷയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. റൂറൽ SP B കൃഷ്ണകുമാറിന്റെയും ചാലക്കുടി ഡിവൈഎസ്പി ബിജുകുമാറിന്റെയും സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് സംഭവത്തിൽ വ്യക്തത വന്നത്. തുടർന്ന് അനീഷയുടെയും ഭവിന്റെയും വീട്ടിലെത്തിച്ച് ഇരുവരെയും തെളിവെടുത്തു.